അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 10-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകം മുതൽ 55 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പതാ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഫലമൂലാദികം ഗൃഹ്യ രാജ്ഞേ നാഗോധതക്ഷക സ്വയം ച കീടരൂപേണ ഫലമധ്യേ സസാരഃ. നിർഗതാസ്തേ തദാ നാഗ ഫലാന്യാദായ സത്വരാം. തേ രാജഭവനം പ്രാപ്യ സ്ഥിതാ പ്രാസാദസന്നിധൗ. രക്ഷകാസ്താപസാൻ ദൃഷ്ട്വാ പപ്രച്ഛുസ്തച്ഛികീർഷിതം. ഊചുസ്തേ ഭൂപതിം ദ്രഷ്ടും പ്രാപ്താസ്മോദ്യ തപോവനാത്. അഭിമന്യുസുതം വീരം കുലാർക്കം ചാരുദർശനം. പരിവർദ്ധയിതും പ്രാപ്ത മന്ത്രൈരാധർവണൈസ്തഥാ. നിവേദയധ്വം രാജാനം ദർശനാർത്ഥാഗതാൻ മുനീൻ. കൃത്വാഭിഷേകാൻ യാസ്യാമോ ദത്വാമിഷ്ടഫലാനി ച. ഭാരതാനാം കുലേ ക്വാപി ന ദൃഷ്ടാ ദ്വാരരക്ഷകാ. ന ശ്രുതം താപസാനാം തു രാജ്ഞോ സന്ദർശനം കില. ആരോഹാമോ വയം തത്ര യത്ര രാജാ പരീക്ഷിത. ആശീർഭിർവർദ്ധയിത്വൈനം ദത്താജ്ഞാ പ്രവ്രജാമഹേ. സൂത ഉവാച
ഇത്യാകർണ്യവചസ്തേഷാം താപസാനാം തു രക്ഷകാം പ്രത്യൂചുസ്താൻ ദ്വിജാൻ മത്വാ നിദേശം ഭൂപതേർയഥാ നാദ്യവോ ദർശനം വിപ്രാ രാജ്ഞസ്യാദിതി നോമതി ശ്വ സർവതാപസൈരത്ര ത്വാഗന്തവ്യം നൃപാലയേ അനാരോഹസ്തു പ്രാസാദോ വിപ്രാണാം മുനിസത്തമാം വിപ്രശാപഭയാദ്രാജാ വിഹിതോസ്തി ന സംശയാ തദോജുസ്ഥാനധോ വിപ്രാ ഫലമൂലജലാനി ച വിപ്രാശിഷശ്ച രാജ്ഞേധാ ഗ്രാഹയന്തു സുരക്ഷകാം തേ ഗത്വാ നൃപതിം പ്രോജുസ്താപസാനാഗതാൻ ജനാം രാജോവാച നയധ്വം വൈ ഫലമൂലാദികം ചയൽ പൃച്ഛധ്വം താപസാൻ കാര്യം പ്രാതരാഗമനം പുനാ പ്രണാമം കഥയധ്വം മേ നാദ്യ സന്ദർശനം മമ തേ ഗത്വാധ സമാദായ ഫലമൂലാദികം ചയൽ രാജ്ഞേ സമർപ്പയാമാസുർ ബഹുമാനപുരസ്സരം സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 10-ാമത്തെ അധ്യായം 42-ാമത്തെ ശ്ലോകം മുതൽ 55 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ ഭാഷാഗാനമായി വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാജാവിനെ കാണവരോ കരുതിയ ഫലമൂലം തന്നിൽ കീടമായി മാറി തക്ഷകൻ താനും ഫലമൂലങ്ങളുമായി നാഗങ്ങളോ പുറപ്പെട്ടു മാളികയ്ക്കടുത്തെത്തി ഞാൻ കാത്തിരിപ്പായി. കാവൽക്കാരൻ ചോദിച്ചപ്പോൾ രാജാവിനെ കാണാനായി തപോവനത്തിൽ നിന്നായി വന്നെന്നു മോദി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വീരൻ വംശസൂര്യൻ അഭിമന്യു സുതൻ രാജാവിനെ അധർവമന്ത്രത്താൽ വാഴ്ത്താൻ വന്നവർ ഞങ്ങൾ. ദർശിക്കാനായി മുനിജനം വന്നെന്നു അറിയിക്കൂ. അഭിഷേകത്തിനു ശേഷം ഞങ്ങൾ മടങ്ങാം. ഭരതകുലത്തിൽ ഇതുപോലെ കാവൽക്കാരുമില്ല. മുനിമാർക്കു രാജ സന്ദർശനം അസാധ്യം. പരീക്ഷിത്തിൻ അടുത്തെത്തി ആശിസ്സുകളറിയിച്ചു. ആജ്ഞ വാങ്ങി ഞങ്ങളെല്ലാം മടങ്ങിപ്പോകാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
പറഞ്ഞിദേവം. ഇന്നു രാജസന്ദർശനം സാധ്യമല്ല, മടങ്ങുവിൻ. നാളെ നിങ്ങൾ കൊട്ടാരത്തിൽ തിരിച്ചെത്തുവിൻ. വിപ്രശാപം ഭയപ്പെട്ടു മാളികയിലേക്കു ആർക്കു പ്രവേശനം സാധ്യമല്ല, മടങ്ങിപ്പോകൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അതു കേട്ടു മുനിമാരോ പറഞ്ഞേവം, എങ്കിൽ നിങ്ങൾ രാജാവിനായി കൊണ്ടുവന്ന ഫലമൂലങ്ങൾ അദ്ദേഹത്തിൻ കയ്യിലായി ഏൽപ്പിക്കുവിൻ. അതുപോലെ ഞങ്ങളുടെ ആശിസ്സുകൾ കൈമാറിടുക. താപസോക്തി രാജാവിനെ അറിയിച്ചു രാജനോദി, അവരുടെ ഫലമൂലാദികൾ എത്തിക്കൂ. നാളെ വീണ്ടും വരുവാനായി പറയുക അവർക്കെന്റെ നമസ്കാരം. ഇന്നിനി ദർശനമസാധ്യം. കാവൽക്കാരോ ഫലമൂലാദികളെയും എടുത്തിട്ടു കാഴ്ചവെച്ചു രാജാവിന്റെ സന്നിധി തന്നിൽ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. അമ്മയെ അറിയാൻ എന്ന ഈ അക്ഷരസപര്യ ആരംഭിച്ചിട്ട് ഇന്ന് 151 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം പാരായണം ചെയ്തും ഭാഷാഗാനമായി പാടിയും പ്രഭാഷണ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചുമാണ് നമ്മൾ ഈ യജ്ഞം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് ദ്വിതീയ സ്കന്ധം 10-ാമത്തെ അധ്യായത്തിൽ 42 മുതൽ 55 കൂടിയുള്ള ശ്ലോകങ്ങളെയാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. തൻ്റെ സർപ്പങ്ങളെ താപസവേഷം ധരിപ്പിച്ച് തക്ഷകൻ രാജസന്നിധിയിലേക്ക് പറഞ്ഞയച്ചു എന്നിടത്താണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. അതോടൊപ്പം തന്നെ എന്തു ചെയ്തു? ഫലമൂലാധികം ഗൃഹ്യ രാജ്ഞേനാഗോധ തക്ഷക. രാജാവിന് നൽകാനായി ഫലമൂലാദികൾ അവർ ഏർപ്പെടുത്തി. എന്നിട്ടോ സ്വയം ച കീടരൂപേണ ഫലമധ്യേ സസാരഹ. തക്ഷകൻ എന്ത് ചെയ്തു? ഒരു കീടമായി അണുരൂപത്തിൽ, ഒരു കീടത്തിൻ്റെ രൂപത്തിൽ അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു. ഫലമധ്യേ സസാരഹ, ഫലത്തിനുള്ളിൽ
ആ പഴത്തിനുള്ളിൽ ഒളിച്ചിരുന്നു. നിർഗതാസ്തേ തദാ നാഗാ ഫലാന്യാദായ സത്വരാം തേ രാജഭവനം പ്രാപ്യ സ്ഥിതാ പ്രാസാദ സന്നിധൗ. ഫലങ്ങളെടുത്തും കൊണ്ട് ഫലാന്യാദായ സത്വര, വേഗത്തിൽ ആ നാഗങ്ങള് പുറപ്പെട്ടു. അവർ രാജകൊട്ടാരത്തിലെത്തി. തേ രാജഭവനം പ്രാപ്യ സ്ഥിത പ്രാസാദ സന്നിധൗ. അവരെന്ത് ചെയ്തു? രാജകൊട്ടാരത്തിൽ ആ മാളികയ്ക്കടുത്ത് പോയി നിന്നു. മാളികയിലാണ് പരീക്ഷിച്ചിരിക്കുന്നത്. ഈ സമയത്ത് കാവൽക്കാരുണ്ട് അല്ലേ? രക്ഷകാസ്താപസാൻ ദൃഷ്ട്വാ. കാവൽക്കാരൻ താപസന്മാരെ കണ്ടിട്ട് പപ്രച്ഛുസ്തച്ചികീർഷിതം, അവിടെ ചെന്ന് ചോദിച്ചു എന്ത് അവരുടെ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഊചുസ്തേ ഭൂപതിം ദ്രഷ്ടും, ഞങ്ങള് രാജാവിനെ കാണാനായിട്ട് വന്നതാണ്. എവിടെന്ന്? പ്രാപ്താസ്മോദ്യ തപോവനാൽ, തപോവനത്തിൽ നിന്നും ഞങ്ങൾ രാജാവിനെ കാണാമെന്ന് താപസന്മാരാണ്. അഭിമന്യുസുതം വീരം കുലാർക്കം ചാരുദർശനം. പിന്നെ അദ്ദേഹത്തിന്റെ കേമത്തങ്ങളെ കുറിച്ച് പറഞ്ഞു. അഭിമന്യുവിന്റെ പുത്രനും വീരനും കുലാർക്കം, ആ വംശത്തിന്റെ കുലത്തിന്റെ സൂര്യനും ചാരുദർശനം സുന്ദരനുമായിരിക്കുന്ന ആ പരീക്ഷിത്ത് അദ്ദേഹത്തെ പരിവർദ്ധയിതും പ്രാപ്ത മന്ത്രൈരാധർവണൈസ്തഥ. ഇപ്പൊ പരീക്ഷത്തിനെ അഥർവ മന്ത്രങ്ങൾ കൊണ്ട്, അഥർവവേദത്തിലെ മന്ത്രങ്ങൾ കൊണ്ട് വാഴ്ത്താനായിട്ടാണ്, സ്തുതിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ആശീർവാദം നൽകാൻ വേണ്ടി വന്നേക്കാണ്. നിവേദയധ്വം രാജാനം ദർശനാർത്ഥാഗതാൻ മുനീൻ. ആ രാജാവിൻ്റെ അടുത്ത് നിവേദനം കൊടുക്കുക. എന്ത്? അങ്ങയെ കാണാൻ വേണ്ടി മുനികൾ വന്നിരിക്കുന്നു. ദർശനാർത്ഥാഗതാൻ മുനീൻ കൃത്വാഭിഷേകാൻ യാസ്യാമോ ദത്വാമിഷ്ടഫലാനിച്ച. ഞങ്ങൾ അഭിഷേകം ചെയ്ത് നല്ല ഇഷ്ടഫലാനി, വളരെ വിശേഷമായിട്ടുള്ള പഴങ്ങൾ, തേൻ കിനിയുന്ന അത്രയും മധുരമുള്ള പഴങ്ങളൊക്കെ നൽകിയിട്ട് ഞങ്ങൾ തിരിച്ചു പൊക്കോളാം. യാസ്യാമോ വയം, നിങ്ങൾ തിരിച്ചു പൊക്കോളാം. ഭാരതാനാം കുലേ ക്വാപി ന ദൃഷ്ടാ ദ്വാരരക്ഷക. ഭരതകുലത്തിൽ ഒരിടത്തും ഇങ്ങനെ ദ്വാരപാലകന്മാരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഏർപ്പെടുത്തുക. മുനിമാര് വരുമ്പോ തടയേ. നശ്രുതം താപസാനാം തു രാജ്ഞോ സന്ദർശനം കില. രാജാവിനെ കാണാൻ പാടില്ല എന്ന് പറയാൻ അവിടെ ദ്വാരപാലകന്മാർ നിൽക്കുക പറഞ്ഞ ഇതിലും വലിയ അബദ്ധം എന്താ ഉള്ളത്? നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ കേട്ടിട്ടേയില്ല. ന ദൃഷ്ടുവ ന ശ്രുതം, കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. താപസന്മാരെ തടയുന്ന കാവക്കാരോ. ആരോഹാമോ വയം തത്ര എത്ര രാജാ പരീക്ഷിത. പരീക്ഷിത മഹാരാജാവ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ചെന്നിട്ട് ആശിഭിർ വർദ്ധയിത്വേനം, ആശിസ്സുകൾ കൊണ്ട് അദ്ദേഹത്തെ വർദ്ധിപ്പിച്ച് വാഴ്ത്തിയിട്ട് ദത്താജ്ഞാ പ്രവ്രജാമഹേ, അദ്ദേഹത്തിന്റെ ആജ്ഞയോടുകൂടി ഞങ്ങള് തിരിച്ചു പൊക്കോളാം. സൂതൻ ശൗനകാദികളോട് പറയുകയാണ്, ഇത്യാകർണ്യവചസ്തേഷാം താപസാനാം തു രക്ഷകാം പ്രത്യൂചുസ്താൻ ദ്വിജാന്മത്വാ നിദേശം ഭൂപതേർയഥാ. താപസന്മാര് പറഞ്ഞു കേട്ടപ്പോ ആ കാവക്കാര് അവർ മുനിമാരാണെന്ന് കരുതി അല്ലേ. ദ്വിജാന്മത്വ, സത്യത്തിൽ അവര് ബ്രാഹ്മണരെല്ലാം മറിച്ചവര് എന്താണ്? നാഗങ്ങളാണ് അല്ലേ. തക്ഷകൻ പറഞ്ഞയച്ചിട്ടുള്ള നാഗങ്ങളാണ്. അപ്പൊ അവരുടെ വേഷം കണ്ടപ്പോൾ വിചാരിച്ചു ഇത് ബ്രാഹ്മണരാണെന്ന് വിചാരിച്ചിട്ട് ആ രാജകൽപ്പന അവിടെ അറിയിക്കുകയാണ്. ഇപ്പോ രാജാവ് എന്താ പറഞ്ഞേക്കുന്നത്? നാദ്യവോ ദർശനം വിപ്ര രാജ്ഞസ്യാതിഥിനോ മതി ശ്വ സർവതാപസൈരത്ര ത്വാഗന്ധവ്യം നൃപാലയേ. ഇന്ന് നിങ്ങൾക്ക് രാജസന്ദർശനം സാധ്യമാവില്ല, ഞങ്ങൾക്ക് തോന്നണില്ല. നാളെ നിങ്ങളെല്ലാവരും കൂടി രാജകൊട്ടാരത്തിലേക്ക് വന്നോളൂ. അനാരോഹസ്തു പ്രാസാദോ വിപ്രാണാം മുനിസത്തമ വിപ്രശാപ ഭയാദ് രാജ വിഹിതോസ്തി ന സംശയ. മുനിമാരായ നിങ്ങൾ മാളികയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. വിപ്രശാപം, ഒരു മുനികുമാരന്റെ ശാപം പേടിച്ച് രാജാവ് ഇങ്ങനെ കൽപ്പിച്ചേക്കാണ്, ആരെയും അകത്തേക്ക് കടത്തി വിടരുതെന്ന്. തദോജുസ്ഥാനധോ വിപ്ര ഫലമൂല ജലാനിച്ച വിപ്രാശിഷശ്ച രാജ്ഞേധ ഗ്രാഹയന്തു സുരക്ഷകാ. എങ്കിൽ മുനിമാര് പറഞ്ഞു കാവക്കാരോട്, കാവൽക്കാരെ നിങ്ങൾ എന്തു വേണം?
ഞങ്ങൾ രാജാവിന് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഫലമൂലങ്ങളും ഈ വിശേഷമായിട്ടുള്ള മന്ത്രം ജപിച്ച ജലവും ഒക്കെ, അതോടൊപ്പം രാജാവിന് ഞങ്ങൾ നൽകുന്ന ആശിസ്സും ഒക്കെ നിങ്ങൾ സ്വീകരിച്ച് രാജാവിന് നൽകൂ. തേഗത്വാ നൃപതിം പ്രോചു. അവർ പോയി രാജാവിനോട് പറഞ്ഞു, താപസാൻ ആഗതാൻ ജനാഹ, താപസന്മാരെ മുനിമാരെ അങ്ങയെ കാണാൻ കാത്തു നിൽക്കണു. രാജോവാച, രാജാവ് എന്തു പറഞ്ഞു? മയധ്വം വൈ ഫലമൂലാധികം ചെയ്യൽ. അവർ കൊണ്ടുവന്ന ആ ഫലമൂലങ്ങൾ ഇങ്ങട് കൊണ്ടുവരൂ. എന്നിട്ടോ പൃച്ഛധ്വം താപസാൻ കാര്യം, അവരോട് കാര്യം പറയണം. താപസന്മാരുടെ അടുത്ത് എന്ത്? പ്രാതരാഗമനം പുന, നാളെ വീണ്ടും വരാൻ പറയാം, നാളെ രാവിലെ. പ്രണാമം കഥയധ്വം മേ നാദ്യ സന്ദർശനം മമ, എൻ്റെ നമസ്കാരം, എൻ്റെ പ്രണാമം അവരെ അറിയിക്കണം. ഇന്ന് ഇനി സന്ദർശനം സാധിക്കില്ല എന്നുള്ളതും പറയണം. നമുക്ക് വളരെ വകതിരിവോടുകൂടി പരീക്ഷിത്ത് അതിനെ മാനിച്ചു എന്നാണ്. ഫലമൂലങ്ങളൊക്കെ കൊണ്ടുവന്നോളൂ, അവരുടെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ സ്വീകരിക്കാം, അവരോട് നാളെ വരാൻ പറയണം, അവരോട് എൻ്റെ പ്രത്യേകമായിട്ടുള്ള നമസ്കാരങ്ങൾ അറിയിക്കുകയും വേണം. തേഗത്വാധ സമാദായ ഫലമൂലാധികം ചയൽ രാജ്ഞേ സമർപ്പയാമാസുർബഹുമാന പുരസ്സരം. അവർ പോയി ആ ഫലമൂലാദികളൊക്കെ എടുത്തുകൊണ്ടുവന്നു. ആരെ? കാവക്കാര്. എന്നിട്ട് വളരെ ബഹുമാനത്തോടുകൂടി ഇത് മുഴുവൻ ആ പരീക്ഷത്തിന്, അഭിമന്യുസുതനായിരിക്കുന്ന പരീക്ഷത്തിന് ഇതൊക്കെ സമർപ്പിക്കുകയും ചെയ്തു. ഇതാണ് 55-ാമത്തെ ശ്ലോകം. ഇനി എന്താണ് നടക്കാൻ പോണത്? അതാണ് നമ്മൾ നാളെ കേൾക്കുക. പരീക്ഷത്തിനെ തക്ഷകൻ ദംശിക്കുന്നതായിട്ടുള്ള രംഗം അത് നാളെ കേൾക്കാം. അതോടുകൂടി ദ്വിതീയ സ്കന്ധത്തിലെ 10-ാമത്തെ അധ്യായം പൂർത്തിയാകും. അപ്പോൾ അതിനൊക്കെ ഭഗവതിയുടെ അനുഗ്രഹവും അനുവാദവും അനുജ്ഞയും ഉണ്ടാകട്ടെ. നമ്മളിൽ ഓരോരുത്തരിലും അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ ഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് അക്ഷരപ്പൂക്കളെ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.